ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. മൂന്നാം ക്ലാസ്സിലെ മാത്സിലെ അഞ്ചാമത്തെ പാഠഭാഗമായിട്ടുള്ള ലെസ് മെഷർ എന്ന പാഠഭാഗമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി ഇതിൻ്റെ മലയാളം മീഡിയം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇംഗ്ലീഷ് മീഡിയത്തിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്ന് നോക്കാം. കൂട്ടുകാർ റെഡിയാണോ? ഓക്കെ, അഞ്ചാമത്തെ യൂണിറ്റ് ലെറ്റ്സ് മെഷർ. എന്താണ്? നമുക്ക് അളക്കാം അല്ലേ, നമുക്കൊന്ന് അളന്ന് നോക്കാം. അപ്പോൾ അളവിനെ കുറിച്ചിട്ടുള്ള പാഠഭാഗമാണ്. എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്ന് നോക്കാം. ഓക്കെ, ഇവിടെ റോളിംഗ് മാർബിൾസ്. ഇവിടെ എന്താണ് ചെയ്യുന്നത്? മാർബിളിൻ്റെ അളവെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മാർബിളിൻ്റെ അളവെടുക്കുന്നത് എങ്ങനെയാണ് അളവെടുക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അലൻ ആൻഡ് ഫ്രണ്ട്സ് ആർ പ്ലേയിങ് എ ഗെയിം ഓഫ് റോളിംഗ് മാർബിൾസ്. മാർബിൾസ് റോൾ ചെയ്തുകൊണ്ടുള്ള ഒരു ഗെയിംസ് ആണ് അലനും ഫ്രണ്ട്സും കൂടെ നടത്തുന്നത്. അലൻ ആൻഡ് ഹിസ് ഫ്രണ്ട്സ് മെഷേർഡ് ദ ഡിസ്റ്റൻസ് ദ മാർബിൾ റോളഡ് വിത്ത് ദെയർ ഫൂട്ട്. അവരുടെ കാല് വെച്ചുകൊണ്ട്, ഫൂട്ട് വെച്ചുകൊണ്ടാണ് അവർ ഡിസ്റ്റൻസ് അളക്കുന്നത്. ആൻഡ് ദ മെഷേഴ്സ് വേർ ഡിഫറെൻറ്റ്. ദേ സോൾവ് ദിസ് പ്രോബ്ലം ദംസെൽവ്സ്. പക്ഷെ അവരെന്താണ്, ഓരോരുത്തരും, ഇപ്പോൾ അലൻ അളന്നപ്പോൾ ഒരളവാണ് കിട്ടിയത്, അലൻ്റെ ഫ്രണ്ട് അളന്നപ്പോൾ വേറെ അളവാണ് കിട്ടിയത്. എങ്ങനെയാണ് ഇത് അവർ സോൾവ് ചെയ്തത്? അവർ അവസാനം ഇത് സോൾവ് ചെയ്തിരുന്നു. ഹൗ ഡു യു തിങ്ക് ദേ ഡിഡ് ഇറ്റ്? അവരെങ്ങനെയായിരിക്കും ഇത് ചെയ്തിട്ടുണ്ടാവുക? അവർ ഒന്നെങ്കിൽ സ്കെയിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അളവ് മെഷർമെൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് അളന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടിക്കാണും. ഒരിക്കലും ഫൂട്ട് വെച്ച് അളന്നു കഴിഞ്ഞാൽ കറക്റ്റ് മെഷർമെൻറ്റ് നമുക്ക് കിട്ടില്ല. ദെൻ ലെങ്ത് ഇൻ സ്കെയിൽ. എന്താണ്? സ്കെയിലിലെ അളവ്. ടേക്ക് ഔട്ട് യുവർ സ്കെയിൽ ആൻഡ് ചെക്ക്. നിങ്ങളുടെ സ്കെയിൽ എടുക്കുക, എന്നിട്ടൊന്ന് ചെക്ക് ചെയ്യുക. വാട്ട് ഓൾ തിങ്സ് ആർ മാർക്ക്ഡ് ഓൺ ഇറ്റ്. അതിൽ എന്തൊക്കെയാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്? ഷോർട്ട് ലൈൻസ് ഉണ്ട്. പിന്നെ എന്തൊക്കെയാണ് കൂട്ടുകാരെ അതിലുള്ളത്? ഷോർട്ട് ലൈൻസ് ഉണ്ടായിരിക്കാം, അതുപോലെ തന്നെ ബിഗ് ലൈൻസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇവിടെ എഴുതുക, ബിഗ് ലൈൻസ് ഉണ്ടായിരിക്കും. കൂടാതെ നമ്പേഴ്സ് ഉണ്ടായിരിക്കും അല്ലേ. നമ്പേഴ്സ് നമുക്കതിൽ കാണാൻ പറ്റും. അതുപോലെ വേറെ എന്തൊക്കെ ഉണ്ടായിരിക്കും? 2 ഇഞ്ചസ് ഉണ്ടായിരിക്കും അല്ലേ. ഇഞ്ചസ് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവിടെ ഇഞ്ചസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്കൊരു സ്കെയിൽ എടുത്തു കഴിഞ്ഞാൽ കാണാൻ വേണ്ടി കഴിയും. ഷോർട്ട് ലൈൻസ്, ബിഗ് ലൈൻസ്, നമ്പേഴ്സ്, ഇഞ്ചസ്, ഇതൊക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, ദെൻ നോക്കൂ. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് ലോങ് ലൈൻസ് ഈസ് 1 സെൻറ്റിമീറ്റർ. എന്താണ് പറയുന്നത്? ഇവിടെ 2 ലൈൻസിൻ്റെ ഇടയിലുള്ളതിനെയാണ് നമ്മൾ 1 സെൻറ്റിമീറ്റർ എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ, ഇത് ഒരു ലൈൻ അല്ലേ, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെയാണ്, ഇത് രണ്ടുമാണ് ഒരു നമ്പേഴ്സ്. സോ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ള ഈ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ 1 സെൻറ്റിമീറ്റർ എന്ന് പറയുക. ഓക്കെ, 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ സ്കെയിലിൽ ഒരുപാട് നമ്പേഴ്സ് ഉണ്ടായിരിക്കും. ഇതൊരു സെൻറ്റിമീറ്റർ, ദെൻ ഇവിടുന്ന് മുതൽ ഇതുവരെ അടുത്ത സെൻറ്റിമീറ്റർ, ഇവിടെ മുതൽ ഇതുവരെ അടുത്ത സെൻറ്റിമീറ്റർ, അങ്ങനെ കുറേ സെൻറ്റിമീറ്റേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ 2 കോൺസിക്യൂട്ടീവ് ലൈനിൻ്റെ, ലോങ് ലൈനിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി താഴെ നോക്കൂ. മെഷറിംഗ് ലെങ്ത്സ്. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ഒരു പെന്ന് തന്നിട്ടുണ്ട്, ഒരു പെൻസിലും തന്നിട്ടുണ്ട്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ലെങ്ത് ഓഫ് പെൻ. പെന്നിൻ്റെ ലെങ്ത് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പെന്ന് നമുക്കറിയാം ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. 1 നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് എവിടെയാണ് കൂട്ടുകാരെ ഇത് എൻഡ് ആകുന്നത്? ഇവിടെയാണ്. ഓക്കെ, ഇത് എത്രയാണ് കൂട്ടുകാരെ? 1 മുതൽ 12 വരെ. അപ്പോൾ ലെങ്ത് ഓഫ് പെൻ എന്ന് പറയുന്നത് 12 സെൻറ്റിമീറ്റർ ആണ്. സെൻറ്റിമീറ്റർ. ഇനി അടുത്തത് ലെങ്ത് ഓഫ് പെൻസിൽ. പെൻസിൽ നോക്കൂ. പെൻസിലും ഇവിടെ നിന്ന് സ്റ്റാർട്ട് ആവുന്നുണ്ട്, ഇവിടെയാണ് എൻഡ് ചെയ്യുന്നത്. സോ ഇതെന്ന് പറയുന്നത് 7 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ അവിടെ 7 സെൻറ്റിമീറ്റർ എന്ന് എഴുതി കൊടുക്കുക. ഇനി ലെങ്ത് ഓഫ് ഇറേസർ. ഈ ഇറേസർ എന്ന് പറയുന്നത് ഇവിടെ നിന്നാണ്, 2 നിന്ന് 5 വരെയാണ്. അപ്പോൾ എത്രയാണ്? 2 കഴിഞ്ഞാൽ 3, 1. അപ്പോൾ 3നെ നമ്മൾ 1 ആക്കുക. 1, 2, 3. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 5 - 2 എന്ന് കൊടുക്കാം. അപ്പോഴും 3 കിട്ടും. അപ്പോൾ ലെങ്ത് ഓഫ് ഇറേസർ എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ നമുക്കത് 3ഉം കിട്ടിയല്ലേ. ലെങ്ത് ഓഫ് പെന്ന് കിട്ടി, പെൻസിൽ കിട്ടി, അതുപോലെ തന്നെ ഇറേസറും നമുക്ക് മനസ്സിലായി. സോ നമുക്ക് അടുത്തതിലേക്ക് മൂവ് ചെയ്താലോ? ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ലുക്ക് അറ്റ് ദ ലോങ്ങർ മാർക്സ് ബിലോ ദ സെൻറ്റിമീറ്റർ മാർക്സ്. ഈച്ച് ഓഫ് ദീസ് ലോങ്ങർ ലെങ്ത് ഈസ് കോൾഡ് ആൻ ഇഞ്ച്. എന്താണ്? നമുക്കറിയാം ഈ താഴെ കാണുന്ന 2 വരകൾക്കിടയിൽ കാണുന്നതാണ് ഇഞ്ച് എന്ന് പറയുന്നത്. അഥവാ ഒരു സ്കെയിലിൻ്റെ
ലോങ്ങർ മാർക്ക് ഒരു സ്കെയിലിൻ്റെ സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തിയതിൻ്റെ താഴെ വലിയ അളവ് നോക്കൂ. അഥവാ നമ്മൾ നോക്കിയത് ഇവിടെയാണ്, ഇതാണ് നമ്മൾ പറഞ്ഞു, ഇതാണ് സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. ഈ താഴെ കാണുന്ന ഇതിനെയാണ് നമ്മൾ, ഈ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഇഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അതുപോലെ ഇവിടെ പറയുന്നുണ്ട് വി ക്യാൻ ഷോർട്ട്ലി റൈറ്റ് cm ഇൻസ്റ്റെഡ് ഓഫ് സെൻറ്റിമീറ്റർ. അഥവാ സെൻറ്റിമീറ്റർ എന്നതിനെ നമ്മൾ cm എന്ന് പറഞ്ഞുകൊണ്ട് ഷോർട്ട് ആക്കിയിട്ടാണ് എഴുതാറ്. അപ്പോൾ 2 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 2 cm എന്ന് എഴുതിയാൽ മതി. വെറുതെ 2 സെൻറ്റിമീറ്റർ എന്ന് നമ്മൾ ഇങ്ങനെ എഴുതി കൊടുക്കേണ്ട ആവശ്യമില്ല. അതിന് പകരം ഇങ്ങനെ ഉപയോഗിച്ചാൽ മതി കേട്ടോ. അപ്പോൾ സെൻറ്റിമീറ്റർ എന്നതിൻ്റെ ഷോർട്ട് പഠിച്ചു, എന്താണ് ഇഞ്ച് എന്ന് പഠിച്ചു അല്ലേ. Then look at the path of marbles Alan and his friends rolled. Which line is shortest? Longest. ഇതിൽ ഏറ്റവും വലിയ ലൈൻ എന്ന് പറയുന്നത് അലനും കൂട്ടുകാരും കൂടെ അളന്ന ആ ഒരു മാർബിളിൻ്റെ റോളാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ അവർ ചെയ്തതിൻ്റെ ഏറ്റവും നീളം കൂടിയ വര ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇതിലെ ഏറ്റവും നീളം കൂടുതൽ എന്ന് പറയുന്നത് ഇതുമാണല്ലേ. ഈ ലൈനുമാണ് ഏറ്റവും നീളം കൂടുതൽ. പക്ഷേ ഇത് ഇവിടെയാണ് അവസാനിക്കുന്നത്. ഇങ്ങനെ വരച്ചു നോക്കൂ. അപ്പോൾ അതിനേക്കാൾ നീളം കൂടിയത് ഇതാണ്. അപ്പോൾ ഈ ലൈനാണ് ഏറ്റവും നീളം കൂടിയ ലൈന് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഊഹം ടിക്ക് ചെയ്ത് അടയാളപ്പെടുത്തുകയും വേണം. ഓരോ വരയും അളന്ന് വരയിൽ നീളം എഴുതുകയും വേണം. അപ്പോൾ കൂട്ടുകാർ സ്കെയിൽ ഇവിടെ വെക്കുക. എന്നിട്ട് ഇത് ഓരോന്നും അളന്നിട്ട് ഇത് എത്ര സെൻറ്റിമീറ്റർ ആണ് എന്ന് നിങ്ങൾ എഴുതി കൊടുക്കുക. ഓക്കെ, പക്ഷെ നമുക്ക് മനസ്സിലായി ഏറ്റവും നീളം കൂടിയത് ഇതാണെന്ന്. എങ്കിലും നമ്മളൊന്ന് അളക്കുകയും വേണം. ദെൻ നെക്സ്റ്റ് വൺ, പെൻസിൽ ലെങ്ത്. ലുക്ക് അറ്റ് ദ പിക്ചർ അലൻ മെയ്ഡ് വിത്ത് പെൻസിൽ. അലൻ പെൻസിൽ കൊണ്ട് ഉണ്ടാക്കിയ ഒരു പിക്ചറാണ് താഴെ തന്നിട്ടുള്ളത്. എന്നിട്ട് എന്താണ്, വിച്ച് ഓഫ് ദീസ് വുഡ് ഫിറ്റ് ഇൻസൈഡ് ദ ബോക്സ് ബിലോ. താഴെയുള്ള ഒരു ബോക്സ് ഉണ്ട്. ഈ ബോക്സിൽ ഫിറ്റ് ചെയ്യാൻ പറ്റുന്നത് ഇതിൽ ഏതൊക്കെ പെൻസിലാണ്? ഏതൊക്കെ പെൻസിൽ ഫിറ്റ് ചെയ്യാം? നമുക്ക് ഈ പെൻസിൽ ഫിറ്റ് ചെയ്യാൻ പറ്റും, ഇത് ഫിറ്റ് ചെയ്യാൻ പറ്റും, ഇത് ഈ സ്മോൾ എല്ലാം നമുക്ക് ഫിറ്റ് ചെയ്യാം. ഓക്കെ, പക്ഷേ ഈ ഇതൊന്നും ഇതിൽ ഫിറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം സ്കെയിൽ ഇത്രയേ ഉള്ളൂ. ഇതെന്താണ്, ഇത്രയും വലിപ്പമുണ്ട്. അപ്പോൾ ഇതിൽ ഫിറ്റ് ആവില്ല. നെക്സ്റ്റ് നോക്കൂ. Then don't you like this pencil house? Try to make pictures you like with ഈർക്കിലി പിറ്റ്സ് കട്ട് ടു കറക്റ്റ് ലെങ്ത്. ഇതുപോലെ നിങ്ങളുടെ അടുത്ത് ഈർക്കിലി വെച്ചുകൊണ്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. Then make in figures. Are some of your ഈർക്കിലി പിറ്റ്സ് of the same length? Write their length and numbers in the table. നിങ്ങൾ ഈർക്കിലി കൊണ്ട് ഇതുപോലെ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ലെങ്ത്തും നമ്പറും നിങ്ങളിവിടെ എഴുതി കൊടുക്കുക. Then next one, cut out equally bits of length 10, 11, 12, 13, 14, 15 centimeters. If they are joined end to end, what would be the total length? എന്താണ് നമ്മളെടുത്ത് പറഞ്ഞിട്ടുള്ളത്? ഒരു 10, 11, 12, 13, 14, 15 സെൻറ്റിമീറ്ററുകളിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഈർക്കിലി കട്ട് ചെയ്ത് എടുക്കണം. അതിനുശേഷം ഈ ഈർക്കിലി എല്ലാം കൂടെ ഒരുമിച്ച് വെക്കുക. എന്നിട്ട് അതിൻ്റെ ടോട്ടൽ ലെങ്ത് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെ നമുക്ക് കാണാം? ഇതെല്ലാം കൂടെ കൂട്ടി നോക്കിയാൽ മതി. അഥവാ 10 + 11 + 12 + 13 + 14 + 15 = എത്രയാണ്? എല്ലാം കൂടെ കൂട്ടുമ്പോൾ നിങ്ങൾക്ക് 75 സെൻറ്റിമീറ്റർ എന്നുത്തരം കിട്ടും. ഓക്കെ, ദെൻ വിച്ച് പെയർസ് മേക്ക് അപ്പ് 25 സെൻറ്റിമീറ്റേഴ്സ്. ഇത് ഏതൊക്കെ 2 പെയർ കൂട്ടുമ്പോഴാണ് നിങ്ങൾക്ക് 25 സെൻറ്റിമീറ്റേഴ്സ് കിട്ടുന്നത്? നിങ്ങൾക്ക് 10ഉം 15ഉം കൂടെ കൂട്ടുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഒരു പെയർ കിട്ടും, 25 ഉള്ള പെയർ. അതേപോലെ തന്നെ 12ഉം 14ഉം കൂടെ ഒരു പെയർ ആക്കുമ്പോഴും നിങ്ങൾക്ക് 25 ഉള്ള ഒരു പെയർ കിട്ടും. ഓക്കെ, നെക്സ്റ്റ്, മെഷർ ആൻഡ് നോട്ട്. വിച്ച് ആർ ദ തിങ്സ് ഓഫ് ഈക്വൽ ലെങ്ത് ഇൻ മൈ ഹോം. നിങ്ങളുടെ വീട്ടിലുള്ള സാധനങ്ങളുടെ നീളം അളക്കുക. അതിനുശേഷം നിങ്ങൾ ആ നീളം എഴുതി കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ അതിൽ ഏതൊക്കെയാണോ സെയിം ആയിട്ടുള്ളത് എന്നൊന്ന് ഫൈൻഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓരോ ഒബ്ജക്റ്റ് വൈസ് എടുക്കുക. ടേബിള്, ചെയർ, അങ്ങനെ ഓരോ ഒബ്ജക്റ്റ് എടുക്കുക. ഒബ്ജക്റ്റിൻ്റെ പേര് നിങ്ങളിവിടെ എഴുതി കൊടുക്കുക. അതിന് സെൻറ്റിമീറ്റർ ഗസ് ചെയ്തതും അതിൻ്റെ ആക്ച്വൽ സെൻറ്റിമീറ്ററും എഴുതി കൊടുക്കുക. ഓക്കെ, ദെൻ വിച്ച് ആർ ദ തിങ്സ് ഓഫ് സെയിം ലെങ്ത്. ഏതാണ് സെയിം ലെങ്ത്തിലുള്ളത് എന്ന് നിങ്ങളൊന്ന് ഫൈൻഡ് ചെയ്യുക.
അടുത്തത് ലോങ് സ്കെയിലാണ്. ഇറ്റ് വാസ് ഡിഫിക്കൽട്ട് ടു മെഷർ ദ ലെങ്ത് ഓഫ് മോം സാരി വിത്ത് ദി സ്കെയിൽ. സ്കെയിൽ വെച്ചുകൊണ്ട് നമ്മുടെ അമ്മയുടെ സാരിയുടെ അളവ് നമുക്ക് എടുക്കാൻ പറ്റുമോ? ഇല്ല, അത് വളരെ ഡിഫിക്കൽട്ടാണ് അല്ലേ, കാരണം വലിയ സാധനമാണ്, അതുകൊണ്ട് നമുക്കൊരു സ്കെയിൽ വെച്ചിട്ട് അളക്കാൻ പറ്റില്ല. Isn't it because the scale is short? അല്ലേ, സ്കെയിൽ എന്ന് പറയുന്നത് ഷോർട്ടാണ്. How about helping Alan? എങ്ങനെയാണ് നമ്മൾ അലനെ ഒന്ന് ഹെൽപ്പ് ചെയ്യേണ്ടത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ടീച്ചർ ഹാസ് ഗിവൺ യു സം പേപ്പർ സ്ട്രിപ്സ് ഹാസൻ ഷീ. നിങ്ങളുടെ ടീച്ചർ നിങ്ങൾക്ക് ഇതുപോലെ കുറച്ച് പേപ്പർ കട്ടിങ്സ് ഒക്കെ തന്നിട്ടുണ്ടായിരിക്കും. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ പീസ് യു ഗോട്ട്? ഓരോ പീസിൻ്റെയും ലെങ്ത് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം ക്ലാസ്സിൽ നിന്ന് ചെയ്യേണ്ട ആക്ടിവിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ക്ലാസ്സിൽ നിന്ന് ചെയ്തു നോക്കുക. Then what would be the total length of all 5 paper strips were joined in together? നിങ്ങളത് എന്താണ് പറയുന്നത്, 5 പേപ്പറും കൂടെ ഒരുമിച്ച് വെക്കുമ്പോൾ അതിൻ്റെ ലെങ്ത് എത്രയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ കണ്ടുപിടിക്കാം. Then didn't all group get 100 centimeters? 100 centimeters is 1 meter. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 100 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 1 മീറ്റർ ആണെന്നുള്ള തത്വം എന്ന കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക. 100 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 1 മീറ്ററിന് ഈക്വൽ ആണ്. ഓക്കെ, 100 സെൻറ്റിമീറ്റേഴ്സ് ഈക്വൽ ടു 1 മീറ്റർ. ഓക്കെ, ദെൻ ടീച്ചർ ലെങ്ത് ഓഫ് ക്ലാസ് റൂം. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് യുവർ ക്ലാസ് റൂം? നിങ്ങളുടെ ക്ലാസ് റൂമിൻ്റെ ലെങ്ത് എത്രയാണെന്ന് നോക്കുക. അതിൻ്റെ ഗസ് എഴുതുക, അതിൻ്റെ ലെങ്ത്തും എഴുതുക. അതുപോലെ തന്നെ വരാന്തയുടെ നോക്കുക, ബെഞ്ച്, ഡെസ്ക്, ബ്ലാക്ക് ബോർഡ്, ഇതിൻ്റെ എല്ലാം നിങ്ങളൊന്ന് നോക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്റ്റാൻഡ് ആൻഡ് ജമ്പ്. ലെറ്റ്സ് ഹാവ് എ ജമ്പിങ് കോൺടെസ്റ്റ് ടുഡേ. ഈച്ച് മസ്റ്റ് സ്റ്റാൻഡ് ഓൺ എ ലൈൻ ആൻഡ് ജമ്പ് ഫോർവേഡ്. റൈറ്റ് ദ നെയിം ആൻഡ് ഡിസ്റ്റൻസ് വിത്ത് ജംപ്ഡ് ഇൻ ദ ഓർഡർ ഓഫ് പെർഫോമൻസ്. ഇത് നിങ്ങൾ ക്ലാസ്സിൽ സ്കൂളിൽ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ്. എല്ലാവരും ഒരേ ലൈനിൽ നിന്നിട്ട് ജമ്പ് ചെയ്യുക. ഏറ്റവും കൂടുതൽ ആരാണോ ജമ്പ് ചെയ്തത് അയാളെ ഫൈൻഡ് ചെയ്യുക. ദെൻ ഗിഫ്റ്റ് ഐ ഗോട്ട്. there is a gift for each of you to find his out of complete this pattern. 250, 275, 300. നെക്സ്റ്റ് പാറ്റേൺ എത്രയായിരിക്കും കൂട്ടുകാരെ? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ തരുമ്പോൾ നമ്മളിതിലെ തൊട്ടടുത്തുള്ള 2 നമ്പേഴ്സ് എടുക്കുക. അത് ബിഗ്ഗർ നമ്പർ ആദ്യം എടുക്കുക, അഥവാ 275 എടുക്കുക. അതിൽ നിന്നും 250 മൈനസ് ചെയ്യുക. അപ്പം നമുക്കതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 25 ആണെന്ന് മനസ്സിലാവും. എന്നിട്ട് നമ്മൾ നോക്കുക, ഈ 275ൻ്റെ 25 കൂട്ടിയതാണോ ഇതെന്ന് നോക്കുക. അപ്പോൾ കറക്റ്റാണ്, 300 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ 300ൻ്റെ കൂടെ നെക്സ്റ്റ് 25 കൂട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്പർ കിട്ടും. അപ്പോൾ 325 എന്ന് കിട്ടും. അതിനുശേഷം 350 എന്ന് കിട്ടും. ഓക്കെ, then join the numbers below in the order of the pattern. ഈ ഒരു പാറ്റേണിൻ്റെ ഓർഡറിൽ നിങ്ങളുടെ അടുത്ത് ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 250 കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം 275ലേക്ക് വരയ്ക്കുക. 275 കഴിഞ്ഞാൽ 300ലേക്ക്, 325, then 350. ഇതെന്താണ് കൂട്ടുകാരെ? ഇതൊരു സ്റ്റാർ ആണല്ലേ. അപ്പോൾ ഇതൊരു സ്റ്റാർ ആണ് നമുക്ക് ഈ നമ്പർ വെച്ച് വരച്ചപ്പോൾ കിട്ടിയിട്ടുള്ളത്. then വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദിസ് ഗിവൺ ബിലോ? ഈ ഒരു ഗിവൺ ലൈൻ, ഈ ലൈനിൻ്റെ ലെങ്ത് എത്രയാണെന്ന് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട്, ആർ ദ ഓൾ ലൈൻസ് യു ഹാവ് ഡ്രോൺ ഓഫ് ദ സെയിം ലെങ്ത്? എല്ലാം സെയിം ലെങ്ത്തിലായിരുന്നോ എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. അതും നോക്കുക. കളർ ദ പിക്ചർ. വാട്ട് ഈസ് ദ ഗിഫ്റ്റ് യു ഗോട്ട്? എന്ത് ഗിഫ്റ്റാണ് കിട്ടിയിട്ടുള്ളത്? സ്റ്റാർ ആണല്ലേ. അപ്പോൾ ഇവിടെ സ്റ്റാർ എന്ന് എഴുതി കൊടുക്കുക. ദെൻ നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ഹൈറ്റ്? അടുത്തത് ഒരു ഹൈറ്റിനെ കുറിച്ചിട്ടുള്ള അടുത്ത ഒന്നാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ തന്നിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ലുക്ക് അറ്റ് ദ പിക്ചർ ഓഫ് ദ വിന്നേഴ്സ് ഓഫ് ദ ജമ്പിങ് കോമ്പറ്റീഷൻ. ജമ്പിങ് കോമ്പറ്റീഷനിലെ വിന്നേഴ്സിൻ്റെ ഒരു പിക്ചറാണ് ഇവിടെ തന്നിട്ടുള്ളത്. ആർ ഓൾ ദ സെയിം ഹൈറ്റ്? എല്ലാവരും സെയിം ഹൈറ്റിലാണോ? അപ്പോൾ എന്താ എഴുതേണ്ടത്? നോ, എല്ലാവരും സെയിം ഹൈറ്റിലല്ല. ഹൂ ഇസ് ദ ഹയസ്റ്റ് പൊസിഷൻ? ആരാണ് ഹയസ്റ്റ് പൊസിഷൻ? ദിസ് വൺ അല്ലേ, അതാണ് ഹയസ്റ്റ് പൊസിഷനിൽ ഉള്ളത്. ഇനി ഇവിടെ നോക്കേണ്ടത് എല്ലാവരുടെയും ഹൈറ്റ് എഴുതാനാണ്. അപ്പം നിങ്ങൾ ഹൈറ്റ് ടു ദ ബ്ലാക്ക് ബോർഡ്, ടു ദ സ്വിച്ച് ബോർഡ്, ടു ദ വിൻഡോ സ്റ്റില്ല്, ഇതിൻ്റെയൊക്കെ ഹൈറ്റ് നിങ്ങളൊന്ന് നോക്കുക. ദെൻ അതുപോലെ തന്നെ നിങ്ങളുടെ ഹൈറ്റും നിങ്ങൾ മെഷർ ചെയ്തിട്ട് എഴുതാൻ പറയുന്നുണ്ട്. ഇനി അടുത്തത് ഇവിടെ നോക്കേണ്ടത്, കുറേ ഒബ്ജക്റ്റ് എടുത്തിട്ട് അതിൻ്റെ ഹൈറ്റ് എത്രയാണ് സെൻറ്റിമീറ്ററിലും മീറ്ററിലും എഴുതാൻ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൂട്ടുകാർ ചെയ്തു നോക്കുക. ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് നിങ്ങൾ തന്നെ ചെയ്യേണ്ട ആക്ടിവിറ്റീസാണ്. കാരണം എന്താണ്, ഇവിടെ നോക്കേണ്ടത് ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഹൈറ്റാണ്. അപ്പോൾ ഹൈറ്റ് നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ രീതിയിൽ നോക്കുക. അപ്പോഴാണ് നിങ്ങൾക്കത് മനസ്സിലാവുകയുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഇതിലൂടെ പറഞ്ഞു തന്നിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് കേട്ടോ.
ഇനി അടുത്തത് ടോട്ടൽ ഹൈറ്റ് ആണ്. മേക്ക് എ റെക്റ്റാങ്കിൾ വിത്ത് ഈർക്കിലി ബൈറ്റ്സ്. വാട്ട് ഈസ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് ഈർക്കിലി ബിറ്റ്സ്? അപ്പോൾ ഈർക്കിലി ഇതുപോലെ ചെയ്യുക, എന്നിട്ട് അതും കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി ഇതിന് താഴെയുള്ളത് നമുക്ക് ചെയ്യാം. നമുക്ക് നോക്കാം. അലൻ ആൻഡ് ഫ്രണ്ട്സ് ബ്രോട്ട് എ ബ്ലൂ റിബൺ ആൻഡ് എ റെഡ് റിബൺ ടു പ്ലേ ട്രെയിൻ. ഒരു ട്രെയിൻ പോലെ കളിക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു? അലനും കൂട്ടുകാരും ഒരു 350 സെൻറ്റിമീറ്റർ വീതം നീളമുള്ള ഒരു നീല റിബണും ഒരു ചുവപ്പ് റിബണും വാങ്ങിച്ചു. വാട്ട് ഈസ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് ദ റിബൺ? ഈ റിബണിൻ്റെ ടോട്ടൽ ലെങ്ത് എത്രയാണ്? 350 മീറ്ററിൻ്റെ റെഡും വാങ്ങിച്ചു, 350ൻ്റെ ബ്ലൂവും വാങ്ങിച്ചു. അപ്പോൾ ടോട്ടൽ എന്ന് പറയുന്നത് എത്രയാണ്? 700 മീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ 700 മീറ്റർ ആണ് ഇത് ടോട്ടൽ ഉണ്ടായിരിക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. 700 സെൻറ്റിമീറ്റർ. ഓക്കെ, മീറ്റർ അല്ല, സെൻറ്റിമീറ്റർ ആയിരിക്കും. ദെൻ നെക്സ്റ്റ്, they tried together the ribbon to make a ring with the length was reduced 20 centimeter. അങ്ങനെ അതിൽ നിന്നും 20 സെൻറ്റിമീറ്റർ റെഡ്യൂസ് ചെയ്തിട്ട് അവർ എന്തുണ്ടാക്കാൻ ശ്രമിച്ചു? മറ്റൊരു റിബൺ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു. അപ്പോൾ ആകെ ഉണ്ടായിരുന്നത് 700 സെൻറ്റിമീറ്റർ ആയിരുന്നു. അതിൽ നിന്ന് 20 സെൻറ്റിമീറ്റർ അവർ കട്ട് ചെയ്തു, റെഡ്യൂസ് ചെയ്തു. അങ്ങനെ ആയപ്പോൾ എത്രയാണ്? 680 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി വാട്ട് ഐ അണ്ടർസ്റ്റുഡ് ഫ്രം ദ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെയാണ് മനസ്സിലായിട്ടുള്ളത്? അതുപോലെ തന്നെ ഫാക്ട്സ് നീഡ് ടു കാൽക്കുലേറ്റ് ദ ആൻസർ. ആൻസർ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് മനസ്സിലാക്കണം? ടോട്ടൽ സെൻറ്റിമീറ്റർ ഓഫ് ദ റിബൺ എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ദെൻ ആൻസർ എത്രയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ആൻസർ പറഞ്ഞു 680 ആയിരുന്നു. ദെൻ നെക്സ്റ്റ്, since all of them couldn't stand within the ring, they bought 6 centimeter each of blue and red ribbon. അങ്ങനെ എന്ത് ചെയ്തു? അവർക്ക് എല്ലാവർക്കും കൂടെ അത് ഒരുമിച്ച് നിൽക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അവർ വീണ്ടും അത് വാങ്ങിക്കുകയാണ്, ബാക്കിയും കൂടെ വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ എത്ര ഉണ്ടായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. 6 സെൻറ്റിമീറ്റേഴ്സുള്ള 2 റിബണും കൂടെ വാങ്ങിച്ചു അല്ലേ? അപ്പോൾ 6 സെൻറ്റിമീറ്ററിൽ ഒരെണ്ണം വാങ്ങിച്ചു, വീണ്ടും 6 സെൻറ്റിമീറ്ററിൽ ഒരെണ്ണം വാങ്ങിച്ചു. അപ്പോൾ 12 മീറ്റർ ഉണ്ടായിരിക്കും. ഓക്കെ, 12 മീറ്ററും കൂടെ അവർ വാങ്ങിച്ചു. ദ പ്രൈസ് ഓഫ് 1 മീറ്റർ ഓഫ് റിബൺ ഈസ് 10 rupees. സോ ഹൗ മച്ച് ഡിഡ് ദേ സ്പെൻഡ് ഓൺ റിബൺ? അങ്ങനെയാണെങ്കിൽ ഇവർ എത്ര റിബണിന് ഈ ടോട്ടൽ എത്ര പൈസ ആയിട്ടുണ്ടാവും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എത്രയായിരിക്കും കൂട്ടുകാരെ? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 12 റിബൺ അല്ലേ, 12 മീറ്റർ റിബണാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഒരു റിബണ് 10 rupees ആയിരിക്കും. ഒരു റിബണ് 10 rupees ആയിരിക്കും. അപ്പോൾ 12 into 10 എന്ന് പറയുന്നത് 120 ആയിരിക്കും. അപ്പോൾ 120 rupees ആണ് ഇവർ ഇതിനു വേണ്ടി ചിലവഴിച്ചിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാം. നെക്സ്റ്റ് ഇതിൻ്റെ ഇവാലുവേഷൻ ആക്ടിവിറ്റീസ് ആണ്. ഇതിലെ വിച്ച് ഈസ് ദ ലോങ്ങസ്റ്റ് വൺ? ഇതിലെ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ഇതിലെ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ളത്? കൂട്ടുകാർ നോക്കൂ, ഏതാണ്? പെന്നാണല്ലേ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ളത്, പെന്നാണ്. ഇനി വാട്ട് ഈസ് ഇറ്റ്സ് ലെങ്ത്? ഇതിൻ്റെ ലെങ്ത് എത്രയാണ്? ഇവിടെ നോക്കൂ, ഇവിടെ 2ൽ നിന്നും 15ലേക്കാണ് അല്ലേ? അപ്പോൾ 15 - 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 13 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഇനി താഴെ നോക്കൂ, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ഒബ്ജക്റ്റ് ആൻഡ് ദെയർ ലെങ്ത് ഇൻ ഓർഡർ? ഇത് ഓർഡറിലാക്കിയിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓരോന്നിൻ്റെ ലെങ്ത്തും നമ്മൾ ഓർഡറിലാക്കിയിട്ട് ഒന്ന് എഴുതി നോക്കണം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് മനസ്സിലായി ഏതായിരുന്നു? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ പെന്നാണല്ലേ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പെന്ന് എഴുതി കൊടുക്കുക. ഇവിടെ പെന്ന്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെൻസിലാണ്, പെൻസിൽ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലീഫാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റബ്ബറാണ്. ദെൻ ലാസ്റ്റ് വൺ ഈസ് ഷാർപ്നർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ കറക്റ്റ് ഓർഡർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ലോങ്ങസ്റ്റ് ഡിസ്റ്റൻസ്? ഇതിൽ ഏറ്റവും ലോങ്ങസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ ഏറ്റവും ലോങ്ങസ്റ്റ് എന്ന് പറയുന്നത് ഏതാണ്? ഫ്രം എ ടു എഫ് എന്നുള്ളത് എത്രയാണെന്ന് നോക്കാം. എ മുതൽ എഫ് വരെ. അപ്പോൾ കൂട്ടുകാരത് ഓരോന്നായിട്ട് നോക്കുക. എ മുതൽ എഫ് വരെ 1, 2, 3, 4, 5. അപ്പോൾ ഇവിടെ 5 6 സെൻറ്റിമീറ്റർ ആണെന്ന് നമുക്ക് മനസ്സിലാവും. ഫ്രം ബി ടു ജെ അപ്പോൾ 1, 2, 3, 4, 5, 6, 7, 8. ഇവിടെ എത്രയാണ്? 8 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഫ്രം ജെ ടു എൻ അപ്പോൾ നമ്മൾ ജെ മുതൽ നോക്കുക. 1, 2,
ഇല്ല 1 2 3 4. അപ്പോൾ J2N എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ. E2K എന്ന് പറയുന്നത് 1 2 3 4 5 6 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതിൽ ഏറ്റവും ലോങ് എന്ന് പറയുന്നത് ഫ്രം B to J എന്നുള്ളതാണ്. ഇനി അടുത്തത് നോക്കൂ, ഈക്വൽ ലെങ്ത് കട്ട് ഔട്ട് ഈക്വലി ബിറ്റ്സ് ടു മേക്ക് എ റെക്റ്റാങ്കിൾ ഓഫ് ദ സെയിം ലെങ്ത് ഓഫ് യുവർ ടെക്സ്റ്റ് ബുക്ക്. ഇതുപോലെ നിങ്ങൾ ഈക്വലി കട്ട് ചെയ്തിട്ട് സെയിം ലെങ്ത്തിലുള്ള ഒരു റെക്റ്റാങ്കിൾ ഉണ്ടാക്കാൻ പറയുന്നുണ്ട്. ദെൻ വാട്ട് ആർ ദീസ് പീസസ് ഓഫ് ദ ലെങ്ത് എമംഗ് ദീസ്, അതിൻ്റെ ലെങ്ത്തും അതിൻ്റെ നമ്പറും എഴുതാൻ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൂട്ടുകാർ ചെയ്തു നോക്കുക. ദെൻ ദ ലെങ്ത് ഓഫ് മോം സാരി ഈസ് 6 meters. അമ്മയുടെ സാരിയുടെ നീളം എന്ന് പറയുന്നത് 6 meter ആണ്. ഫ്രം ദിസ് 70 centimeters വാസ് കട്ട് ഫോർ എ ബ്ലൗസ്. വാട്ട് ഇസ് ദ റിമൈനിങ് ലെങ്ത് റൈറ്റ് ഇൻ സെൻറ്റിമീറ്റേഴ്സ്. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കിയത് 6 centimeters എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 600 centimeter ആണ് 6 meter എന്ന് പറയുന്നത്. ഇതിൽ നിന്നും 70 centimeter ആണ് കട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 600 - 70 എത്രയാണ്? 530 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. 530 എന്ന് പറയുന്നത് സെൻറ്റിമീറ്റർ ആണ്. ഇതിനെ നമ്മൾ മീറ്റർ ആക്കി എഴുതുമ്പോൾ 5 meter and 30 centimeter. ഓക്കെ, എങ്ങനെയാണ് വരിക? 5 meterഉം 30 centimeterഉമായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ പാഠഭാഗം എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് ആഡിങ് ആൻഡ് ആഡിങ് അഗെയിൻ എന്നുള്ളതാണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.